ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ലളിതമായിട്ട് ഒരു കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ആണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ നമുക്കൊരു ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ പറ്റിയ ഒരു കറി ഉണ്ടാക്കാം. ഇപ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി അടിയിൽ നിന്ന് തക്കാളി അടിയിലിടുന്നു. അതിൻ്റെ മേലെ സവാള ഇടുന്നു. പിന്നെ ഒരു 2 സവാള അരിഞ്ഞതുണ്ട്. കുക്കർ അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് ടപ്പേന്ന് നമുക്കത് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ എളുപ്പത്തിൽ അതൊക്കെ ഇട്ടു. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം ഒന്നുമേ ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ തീയിൽ ഇട്ട് വേവിക്കാം. ഉപ്പ്, കറിവേപ്പില ഇട്ടു. ചെറുതായിട്ട് തക്കാളിയിൽ നിന്നുള്ള വെള്ളം ഊർന്നു വീഴും. വെളിച്ചെണ്ണ അടിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന പോലെ ഈ സംഭവം വരും. അപ്പോൾ ഇതിൽ ഞാൻ 2 മുട്ടയും വെക്കുന്നുണ്ട്. അതും ആ ആവിയിൽ, ഒറ്റ ആവിയിൽ അത് നമുക്ക് വെന്ത് കിട്ടണം. നമുക്ക് സമയ ലാഭമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് അടപ്പത്ത് വയ്ക്കുകയാണ്. ഒരേ ഒരു വിസിൽ മാത്രം. അപ്പോൾ കണ്ടില്ലേ, ഒറ്റ വിസിൽ അടുപ്പിച്ച് എടുത്തതാണ്. അടിയിൽ വെള്ളം ഇതിൻ്റെയൊക്കെ ഇളകിയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ ഇത്. അപ്പോൾ മുട്ട ഞാൻ അതിൽ നിന്ന് ഇനി മാറ്റുകയാണ്. ഇനി മുട്ട വേണമെങ്കിൽ വെള്ളത്തിലേക്ക് ഇടാം, ഇല്ലേ എപ്പോഴതിന് ചൂടായിട്ടായാലും മതി. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല ഇത് ചേർത്തിട്ട് അതിലിട്ടൊന്ന് വഴറ്റുകയാണ്. അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എടുത്ത് അരച്ച് വേണമെങ്കിൽ അരച്ചെടുക്കാം. അല്ല ഇതിൽ തന്നെ ഉടച്ചായാലും ഇത്തിരി വെള്ളവും ചേർത്ത് മുട്ട വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ചേർക്കാം. ഇല്ലേ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇത് തന്നെ ഒരു എന്താ പറയുന്നത് കറി, ചപ്പാത്തിക്കൊക്കെ പറ്റിയ ചൂടുവെള്ളം ചേർക്കണം. ഞാനിതിൽ ഉപ്പ് ആവശ്യമെങ്കിൽ ഇനി ഉപ്പ് ഇടാം. ഇതിപ്പോൾ ഞാൻ കയ്യിൽ കൊണ്ട് ഉടച്ചിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ചൂടുവെള്ളം ഒഴിക്കാമാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി, തക്കാളി കറി എന്ന് പറയാം, മുട്ടക്കറി എന്ന് പറയാം, മുട്ടയും തക്കാളിയും ചേർന്നുള്ള കറി എന്ന് പറയാം. ടപ്പേന്ന് ഉണ്ടാക്കിയതാണ്. മുട്ട ഞങ്ങൾ തൊണ്ട് കളയുന്നത് ഒന്ന് കഴുകി അങ്ങോട്ട് എടുത്തിട്ട് ഇതിൽ അങ്ങോട്ട് എന്താ പറയണേ, ഇതും ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് അങ്ങോട്ട് ഉരുട്ടും. അപ്പോൾ പൊട്ടി വരും. പിടിന്ന് നമുക്കത് അടർത്തി ഊരിക്കളയാം. ഒരു കുഴപ്പമില്ല, പിടിന്ന് കളയാം. അപ്പോൾ ഞാൻ മുട്ടക്കറി കണ്ടില്ലേ, പാത്രം കടപ്പത്ത് വയ്ക്കാം. പിന്നെ ഈ സാധനങ്ങളൊക്കെ അരിഞ്ഞങ്ങോട്ട് ഇടാം. ടപ്പേന്നൊരു കറി. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.